നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 28 ചൊവ്വാഴ്ചയാണ്. വീണ്ടും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ ഇടിവ് തന്നെയാണ് ഉണ്ടായത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലും കനത്ത വിൽപ്പന സമ്മർദ്ദം തന്നെയാണ് നേരിട്ടത്. കുറഞ്ഞ വിലയിലുള്ള ചൈനീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ചൈന അവതരിപ്പിച്ചതോടെ US ചിപ്പ് മേക്കർമാർ കുത്തനെയുള്ള വിൽപ്പന സമ്മർദ്ദമാണ് നേരിട്ടത്. ഇന്നലെ വാർത്തകളിലെല്ലാം മുന്നിൽ നിന്നത് ചൈനീസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഡീപ് സിങ്ക് എന്ന കമ്പനിയുടെ വാർത്തകളായിരുന്നു. വില കുറഞ്ഞ ചിപ്പുകളും കുറഞ്ഞ ഡാറ്റ ഉപയോഗിക്കുന്ന ഒരു സൗജന്യ AI പ്ലാറ്റ്ഫോം അവർ പുറത്തിറക്കി. വില കൂടിയ ചിപ്പുകൾക്ക് ഡീപ് സിങ്ക് വലിയ വെല്ലുവിളി ഉയർത്തും എന്ന വാർത്തകൾ വന്നതോടെ എൻവിഡിയയാണ് ഇപ്പോൾ ചിപ്പുകളുടെ കാര്യത്തിൽ ലോകത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്നത്. എൻവിഡിയ അതുകൊണ്ട് തന്നെ ഇന്നലെ 17% ഇടിവാണ് ഉണ്ടാക്കിയത്. ഇൻഡെക്സ് ഓഫ് സെമി കണ്ടക്ടർ സ്റ്റോക്കുകളും 9.2% ഇടിഞ്ഞു. ചൈനയിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ലോകത്തിലുള്ള മുൻനിര AI ലീഡർമാരെ എല്ലാം ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഭയപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നാസ്ഡാക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്നലെ ഇടിഞ്ഞത് ഏകദേശം 600-ലേറെ പോയിന്റ്സ് ആണ്. ടെക് ഓഹരികളും ഇന്നലെ വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതിനോടൊപ്പം തന്നെ US പോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ഈ കാരണം കൊണ്ട് ഇടിയുകയുണ്ടായി. ടെക്നോളജി സ്റ്റോക്കുകൾ ഇന്നലെ അവിടെ 1.5% ഇടിഞ്ഞത്. ഇനി ഇന്നലെ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് ഓയിൽ പ്രൈസുകളായിരുന്നു. ക്രൂഡ് ഓയിൽ ഇന്നലെ 2% ഇടിയുകയുണ്ടായി. ഗോൾഡിൽ ഇന്നലെ 1% ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. കേരളത്തിലെ ഇന്നലത്തെ ഗോൾഡ് നിലവാരം പവന് 60,320 എന്ന നിലയിലാണ്. ഇന്നലെ ടെക് സ്റ്റോക്കുകൾക്ക് തന്നെയായിരുന്നു വലിയ പ്രഹരം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 0.65% ഇടിഞ്ഞു. വിപ്രോ 2.92% ഇടിഞ്ഞത്. ബാങ്കിംഗ് സെക്ടർ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി സേഫ് ആയിരുന്നു. ICICI ബാങ്ക് 1.36% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.67% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. റിലയൻസ് ഇൻഡസ്ട്രീസ് 1.81% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 2.5% ഇടിഞ്ഞത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US ഫ്യൂച്ചേഴ്സിൽ ഒരു ചെറിയ റിക്കവറി ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും വലിയ പ്രധാനപ്പെട്ട ഒരാഴ്ച തന്നെയാണിത്. ഒത്തിരിയേറെ വോളറ്റാലിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാഴ്ചയാണ്. കാരണം പ്രധാനപ്പെട്ട ധാരാളം ഇവന്റ്സ് ആണ് ഈ ആഴ്ച നടക്കാനിരിക്കുന്നത്. ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ ഇവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം, ബാങ്കിംഗ് മേഖല ഇപ്പോൾ റെക്കോർഡ് ലിക്വിഡിറ്റി ഡെഫിസിറ്റ് ആണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പരിഹരിക്കാനുള്ള നടപടികൾ RBI സ്വീകരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ജനുവരി 23-ന് ബാങ്കിംഗ് സിസ്റ്റം ലിക്വിഡിറ്റി കമ്മി 3 ലക്ഷം കോടി രൂപയിലെത്തി. ഇത് 2010 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഈ ലിക്വിഡിറ്റി ഡെഫിസിറ്റ് പരിഹരിക്കാൻ RBI ചില നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ സെക്യൂരിറ്റികൾ ഓപ്പൺ മാർക്കറ്റുകൾ വഴി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ജനുവരി 30, ഫെബ്രുവരി 13, ഫെബ്രുവരി 20 തീയതികളിൽ 3 ഭാഗങ്ങളായി 60,000 കോടി രൂപ വരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് RBI നിക്ഷേപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 56 ദിവസത്തെ വേരിയബിൾ റേറ്റ് റിപ്പോ ലേലമാണ് മറ്റൊരു കാര്യം. ഏതായാലും ബാങ്കിംഗ് മേഖലയിലെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഷോർട്ട് ടേമിലേക്ക് ബാങ്കിംഗ് സെക്ടറിന് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്ത തന്നെയാണ്. പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ടാറ്റ സ്റ്റീൽസ്. നെറ്റ് പ്രോഫിറ്റിൽ 43.4% ഇടിവാണ് കമ്പനി ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 295.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 3% ഇടിവും എബിറ്റ 5.7% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. മറ്റൊരു കമ്പനി കോൾ ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 17.5% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 8,491.2 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1% ഇടിവും എബിറ്റ 5% ഇടിവുമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. അടുത്തതായി കെയ്ൻസ് ടെക്നോളജി ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 47% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 66.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും നല്ല വർധനം ഉണ്ടായിരിക്കുന്നു. 29.8% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. എബിറ്റ 34.6% ഉയർന്നിരിക്കുന്നു. നല്ല റിസൾട്ട് തന്നെയാണ് കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ കൊണ്ടുവന്നത്. അടുത്തത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 25% വർധനവ് രേഖപ്പെടുത്തി. 548 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 25% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി ഇമാമിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 7% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 279 കോടി രൂപയിലാണ് ഇപ്പോൾ പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.3% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് പിരാമൽ എന്റർപ്രൈസസ് ആണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 39 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 2,378 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 13% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി.
അടുത്തതായി 361 വാം എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 43.9% വർധനവ് കമ്പനി രേഖപ്പെടുത്തി 276.5 കോടി രൂപയാണ് ഇപ്പോൾ പ്രോഫിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. റവന്യൂവിൽ 20.7% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്തതായി ടാറ്റ പവർ എന്ന കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള വാർത്തയാണ്. കമ്പനിയുടെ സബ്സിഡറി ആയ TP സോളാർ 455 കോടി രൂപയുടെ പുതിയൊരു കോൺട്രാക്ട് മഹാരാഷ്ട്ര സ്റ്റേറ്റ് പവർ ജനറേഷൻ കമ്പനിയുമായി ഒപ്പുവെച്ചിരിക്കുന്നു. ഇന്ന് എക്സ് ഡിവിഡൻ ഡേറ്റ് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ വിപ്രോ, സെൻസർ ടെക്നോളജീസ്, ടിപ്സ് മ്യൂസിക്സ്, വെൻഡഡ് ഇന്ത്യ, മംഗളം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് തുടങ്ങിയവയാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ ബജാജ് ഓട്ടോ, സിപ്ല, ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, BHEL, ബോഷ്, JSW എനർജി, JSW ഇൻഫ്ര, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ്, കോൾഗേറ്റ് പാമോലിവ്, CSB ബാങ്ക്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, GMR എയർപോർട്ട്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ്, മഹാനഗർ ഗ്യാസ്, മോത്തിലാൽ ഓഷോൾ ഫിനാൻഷ്യൽ സർവീസസ്, പിരാമൽ ഫാർമ, റൈറ്റ്സ്, റൂട്ട് മൊബൈൽ, RR കേബിൾ, SBI കാർഡ്സ്, SIS, സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ് കമ്പനി, ബസാർ സ്റ്റൈൽ റീറ്റെയിൽ, സുസ്ലോൺ എനർജി, TTK പ്രസ്റ്റീജ്, TVS മോട്ടോർ കമ്പനി, UTI AMC തുടങ്ങിയവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഇന്ത്യ മാർട്ട്, ഇന്റർമെഷ്, മണപ്പുറം ഫിനാൻസ്, മഹാനഗർ ഗ്യാസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയവയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇനി ഓപ്ഷന്റെ ബേസിക് കോഴ്സിനെ കുറിച്ചുള്ള അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ അതിന്റെ അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ അത് തകരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻസിന്റെ ബേസിക്സ് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോയാൽ മാത്രമേ, നല്ല ഒരു അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു ഓപ്ഷൻ ട്രേഡർ ആവാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ മാർക്കറ്റിൽ വലിയ നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ അത് നികത്താൻ നമുക്കുള്ള ഒരു വഴി കൂടിയാണ് ഇത്തരത്തിലുള്ള ഓപ്ഷൻ ട്രേഡിംഗ്. ഓപ്ഷന്റെ ബേസിക്സ് മുതൽ പറഞ്ഞു പോകുന്ന 4 ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടു മുകളിൽ നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 2000 രൂപ മാത്രമാണ് ഈ 4 ദിവസത്തിന് ഒരു കോഴ്സ് ഫീ ആയിട്ട് വാങ്ങുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. വലിയ സെല്ലിങ്ങിലേക്കാണ് FIS വീണ്ടും പോയത്. 5015 കോടി രൂപയ്ക്ക് അവർ സെല്ല് ചെയ്തു. DIS ആവട്ടെ 6642 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FISനെതിരായി വലിയ ബൈയിങ് തന്നെയാണ് ഇന്നലെ DIS നടത്തിയത് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ചൈനയുടെ ഡീപ് സിങ്ക് മൂലം ഇന്നലെ ധാരാളം ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിലേക്ക് പോയിരുന്നു. ഇന്ന് അതിൽ നിന്നും ഒരു ചെറിയ റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സിംഗപ്പൂർ മാർക്കറ്റ് ഉള്ളത് 0.92% നേട്ടത്തിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.62% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,924 എന്ന നിലയിലാണ്. 113.50 പോയിന്റ് സബ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം ഒരു 75 പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഇന്നലെയും ഓയിൽ പ്രൈസിൽ വലിയ ഇടിവ് തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് $76.31 പെർ ബാരൽ എന്ന നിലയിൽ 0.25% നേട്ടത്തിലാണുള്ളത്. WTI ഉള്ളത് $73.27 പെർ ബാരൽ എന്ന നിലയിൽ 0.14% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം, കൃത്യമായിട്ട് തന്നെ നിഫ്റ്റി ഇന്നലെ സപ്പോർട്ട് എടുത്തത് നമ്മൾ വരച്ച ആ ഒരു സപ്പോർട്ട് സോൺ ആയിട്ടുള്ള 22,780 എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇന്നലത്തെ ആ ഒരു സപ്പോർട്ട് സോൺ എന്ന് നിങ്ങൾക്കിപ്പോൾ പിക്ചർ കാണുമ്പോൾ മനസ്സിലാകും. നിഫ്റ്റി ഇന്നലെ ആദ്യ മണിക്കൂറിൽ പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് അത് ഇടിയുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. പ്രത്യേകിച്ച് 23,000 താഴെയായിട്ട് ക്ലോസ് ചെയ്തു എന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. ഡൗൺ സൈഡിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവൽ എന്ന് പറയുന്നത് 22,780 മുതൽ 22,520 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. അപ്സൈഡിലേക്ക് വന്നാൽ സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 23,000 മുതൽ 23,050 വരെ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000-ലാണ്. അതിനുശേഷം 23,000 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000-ആണ്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇപ്പോഴും 23,000 തന്നെയാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,800-മാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം 22,800 സ്ട്രൈക്കിൽ 0.87% വർധനവ് മാത്രമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് ആണ്.
എന്നാൽ കോൾ സൈഡിൽ 853% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തതായി 22,750 സ്ട്രൈക്കിൽ 10% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. എന്നാൽ കോൾ സൈഡിൽ 687% വളരെ ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണപ്പെടുന്നത്. 22,850 സ്ട്രൈക്കിൽ 105% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 2,127% അതിശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് വളരെ ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ഏതായാലും ഓവറോൾ ട്രെൻഡ് വീക്കാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഒരു ഓവർ സോൾഡ് സിറ്റുവേഷനിലാണ് എന്നതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്കിനുള്ള സാധ്യതകളും കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,064 303 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 48,000 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് മാത്രമാണ് ഒരു ചെറിയ പോസിറ്റിവിറ്റി ആയിട്ട് കാണാൻ കഴിയുന്നത്. ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് ഇന്നലെയും കാണാൻ കഴിഞ്ഞത്. ഡൗൺ സൈഡിൽ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ലെവലായി വരുന്നത് 47,840 ആണ്. അതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ആയിട്ടുള്ള 47,553 ശ്രദ്ധിക്കേണ്ട ഒരു ലെവലാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 48,287 ആണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവൽ. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രൈക്ക് 51,000 ആണ്. അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 45,000 ആണ്. അതിനുശേഷം 47,000 സ്ട്രൈക്കും അതിനുശേഷം 46,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,000-ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000-ഉമാണ്. ഇന്ത്യ വിക്സ് ഇപ്പോൾ 5 മാസത്തെ ഉയർന്ന നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 18.13 എന്ന നിലയിൽ 8.29% ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി നമ്മളിവിടെ OI അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുള്ളത് OI പൾസ് എന്ന സൈറ്റിലൂടെയാണ്. അപ്പോൾ ആരെങ്കിലും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷൻസിലോ ഒക്കെ ട്രേഡ് എടുക്കുന്നവർക്ക് നല്ല ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണ് OI പൾസ്. മറ്റ് ഒരുപാട് സൈറ്റുകൾ വേറെയും നല്ല സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഈ സൈറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. ഇനി ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.